മനുഷ്യനായ ഞാൻ മനുഷ്യന്റെ കഥയുമായി മനുഷ്യരായ നിങ്ങളുടെ മനസ്സിലേക്ക് മനസ്സില്ലാ മനസ്സോടെ കടന്നു വരട്ടെ. ഇതാ ഒരു പുതിയ മനുഷ്യൻ. ഗോദായിൽ നിന്നും ഗുസ്തിയും കഴിഞ്ഞ് വിയർത്ത് കുളിച്ചിറങ്ങി വരുന്ന ഫയൽവാന്മാരെ പോലെ കാണികൾ വിയർത്തൊലിച്ച് കൂട്ടം കൂട്ടമായി സിനിമാ തിയേറ്ററിൽ നിന്നും ഇറങ്ങി വരുന്നു. സമീപത്തുള്ള ബസ് സ്റ്റാൻഡിലേക്ക് ചിലർ കുടുംബസമേതം ഓടുന്നു. മറ്റു ചിലരാണെങ്കിൽ സിനിമാ തിയേറ്ററിന് സമീപത്തുള്ള ഓട്ടോയിൽ കയറുന്നു. കുടുത്ത സാരിയുടെ മുക്കാൽ ഭാഗം ഒരു കയ്യിലും മറുകൈയിൽ കുളിപ്പിച്ച് തോർത്താതെ കൊണ്ടുവന്ന ഒരു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ഒരു സ്ത്രീ. അവര് മുമ്പോട്ട് കുതിക്കുക. അടുത്ത ഷോ കാണാൻ വരുന്നവരും കണ്ടു കഴിഞ്ഞ് എങ്ങാണ്ടൊക്കെ പോകുന്നവരും എന്ന് വേണ്ട, ആകെ ജനങ്ങളുടെ ഒരു ബഹളം. വെളുത്ത ഒരു തടിച്ചി നനഞ്ഞ നൈലോൺ സാരി പുതച്ചു വരുന്നത് കണ്ടാൽ ഉദരഭാഗം കണ്ണാടിച്ചില്ലി കൊണ്ട് ക്ലോസറ്റ് പണിതാണോ എന്ന് തോന്നിപ്പോകും. നല്ല തത്തച്ചുണ്ടികളും തക്കാളിപ്പഴ കവിളികളും കണ്ണിന് കുളിർമയുള്ള എല്ലാ ടൈപ്പും ആൾക്കൂട്ടത്തിൽ. ആദ്യം പോയ ഓട്ടോറിക്ഷ മെയിൻ റോഡിൽ ഇറങ്ങി എവിടെ നിന്നോ വന്നൊരു ബസ് ഓട്ടോ മറിഞ്ഞു വീണു. വണ്ടി ഇടിച്ച് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ജനങ്ങൾ ഓടിക്കൂടി. അവരിൽ ആരൊക്കെയോ ഓട്ടോ ഡ്രൈവറെയും യാത്രക്കാരെയും അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മണിക്കൂറുകൾ കഴിഞ്ഞു. ജനങ്ങൾ ഓരോന്നായി പിരിഞ്ഞു. ഡ്രൈവർക്ക് വലിയ കുഴപ്പമില്ല. യാത്രക്കാരന്റെ ബോധം ഇതുവരെ വീണില്ല. സന്ധ്യ കഴിഞ്ഞപ്പോൾ അയാൾ ചെറുതായിട്ടൊന്ന് ഞരങ്ങി. ബോധം വീണ് കഴിഞ്ഞു. ആദ്യം ഒന്ന് കരഞ്ഞു. രാവിൽ കണ്ണു തുറന്നു. ഉള്ളിൽ വെപ്രാളം. ബോധം വീണു കഴിഞ്ഞു. ആദ്യം ഒന്ന് കരഞ്ഞു. രാവിൽ കണ്ണു തുറന്നു. ഉള്ളിൽ വെപ്രാളം. നേഴ്സുമാരോടിയെടുത്തു. ഗ്ലൂക്കോസിൻ കുപ്പിയെടുത്തു. നേഴ്സുമാരോടിയെടുത്തു. ഗ്ലൂക്കോസിൻ കുപ്പിയെടുത്തു. പോലീസിന്റെ മകത്തെടുത്തോന്നറിയില്ലല്ലോ. അറിയില്ലല്ലോ. അറിയില്ലല്ലോ. ബോധം വീണു കഴിഞ്ഞു. ആദ്യം ഒന്ന് കരഞ്ഞു. രാവിൽ കണ്ണു തുറന്നു. ഉള്ളിൽ വെപ്രാളം. ബോധം വീണു കഴിഞ്ഞു. ആദ്യം ഒന്ന് കരഞ്ഞു. രാവിൽ കണ്ണു തുറന്നു. ഉള്ളിൽ വെപ്രാളം. ഹോസ്പിറ്റലിൽ നിന്നും പരാതിയില്ലാതെ ഇറങ്ങിപ്പോയ അദ്ദേഹത്തിന്റെ പേരാണ് പാക്കരൻ. 3ാം ക്ലാസ്സിൽ 9 വർഷം പഠിച്ചതുകൊണ്ട് മലയാളം ഒരുമാതിരി എഴുതാനും വായിക്കാനും അറിയാം. കാഴ്ചയിൽ അസുഖമൊന്നുമില്ലാത്ത, തരക്കേടില്ലാത്തൊരു സുന്ദരൻ. സാധാരണയിൽ അല്പം ബുദ്ധി കുറഞ്ഞ, ആരെന്ത് പറഞ്ഞാലും അതേപടി വിശ്വസിക്കുന്ന, വക്രബുദ്ധിയില്ലാത്ത, സാധുവായ ചെറുപ്പക്കാരിൽ പക്കാ ഡീസന്റായ ചെറുപ്പക്കാരനെ പോലിരിക്കുന്ന ചെറുപ്പക്കാരനായ പാക്കരൻ. കാഴ്ചയിൽ പ്രായം 28 വയസ്സ് തോന്നിക്കുമെങ്കിലും വയസ്സ് 28 ഉണ്ട്. നിറം വെളുത്തതല്ലെങ്കിലും കറുത്തതല്ല. വിവരമില്ലാത്ത ജനങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് മണ്ടൻ പാക്കരൻ. വലതേ കാലിന് നീളം കൂടിപ്പോയത് കൊണ്ടാണോ എന്ന് സംശയമുണ്ട്. ഇടത്തേ കാലിന് നീളം കുറവാണ്. അതിൽ അദ്ദേഹത്തിന് യാതൊരു പരാതിയോ പരിഭവമോ ഇല്ല. ഉറ്റവരോ ഉടയവരോ ആരുമില്ല. ആകെ കൂടി ഉള്ളത് വയസ്സെന്നൊരു വല്യമ്മ മാത്രം. നല്ല വസ്ത്രം അണിയിച്ച് വല്യമ്മ അദ്ദേഹത്തെ നടത്തിക്കാറുള്ളൂ. ആൾക്കൂട്ടത്തിൽ മിക്കവാറും പാക്കരനെ കാണാം. ബസ് സ്റ്റാൻഡ്, സിനിമാ തിയേറ്റർ, ഉത്സവം നടക്കുന്ന ക്ഷേത്ര പരിസരം, ഇതെല്ലാം അദ്ദേഹത്തിന്റെ താവളങ്ങളാണ്. വീട്ടിൽ ചെന്നാക്കെന്നും ലഹരി പദാർത്ഥം അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമല്ല. ആകെ ഇഷ്ടമുള്ള ആഹാരം നെയ്റോസ്റ്റാണ്. അദ്ദേഹത്തെ അടുത്തറിയാവുന്നവരെല്ലാം ഇങ്ങനെ പറയാറുണ്ട്: ആ വാർഡിലെ പെൺപിള്ളേർക്കറിയാം അറിയാം, ചുരുക്കം ചില ആണുങ്ങൾക്കും അറിയാം അറിയാം. പുളിക്കടവിൽ ഈ പുള്ളി സ്ഥിരമാ സ്ഥിരമാ. ഓഹോ പഞ്ചപാപമാണേലും വിഷമാ വിഷമാ. ആ വാർഡിലെ പെൺപിള്ളേർക്കറിയാം അറിയാം, ചുരുക്കം ചില ആണുങ്ങൾക്കും അറിയാം അറിയാം. പുളിക്കടവിൽ ഈ പുള്ളി സ്ഥിരമാ സ്ഥിരമാ. പഞ്ചപാവമാണേലും വിഷമാ വിഷമാ. പുളിക്കടവിൽ ഈ പുള്ളി സ്ഥിരമാ സ്ഥിരമാ. പാക്കരനാകെയുള്ള ആശ്രയമാണ് വല്യമ്മ. വല്യമ്മയുടെ മകളുടെ മകനാ പാക്കരൻ. പാക്കരന്റെ അമ്മ അവന്റെ ചെറുപ്പത്തിൽ ഒതളങ്ങാതിന്നാ ചത്തത്. അപ്പൻ വെള്ളിടി വെട്ടിയും. പാക്കരന് ബുദ്ധിക്ക് അല്പം മന്ദതയുള്ളതുകൊണ്ട് വീടിരിക്കുന്ന സ്ഥലം ഒഴികെയുള്ള വസ്തുവകകൾ വിറ്റ് കിട്ടിയ പണം ബാങ്കിൽ വല്യമ്മ നിക്ഷേപിച്ചിരിക്കുക. വീട്ടു ചിലവിനും മറ്റ് ആവശ്യങ്ങൾക്കും പലിശപ്പണം ധാരാളം മതി.
എന്റെ പൊന്നെ വല്യമ്മ പാക്കറിനെ പൊന്നുപോലെയാ നോക്കുന്നത് കേട്ടോ. വട്ടക്കണ്ണും വലിയ ചെവിയുമുള്ള വല്യമ്മ ഭയങ്കര വാശിക്കാരിയാ. വരിക്കപ്ലാവിലെ കൊണ്ടേ കഞ്ഞു കൊടുക്കത്തുള്ളൂ. വടക്കേ മലബാറിലെ വലിയ തറവാട്ടിലെ ഒറ്റ സന്തതിയാ വല്യമ്മ. പോരെങ്കിൽ പേരെടുത്ത വയറ്റാട്ടി. പറഞ്ഞിട്ട് എന്താ ആ കാര്യം? ക്യാ ഫലം? ഇപ്പൊ വയ്യ. വലിവ് വല്യമ്മയെ വട്ടം പിടിച്ചിരിക്കുകയാണ്. മാവെടുത്തു കഴിഞ്ഞാൽ വല്യമ്മയെ പിടിച്ചാൽ കിട്ടത്തില്ല. വല്യമ്മയെ പിന്നെ നിയന്ത്രിക്കുന്നത് വലിവാണ്. പോരാത്തതിന് വാദത്തിന്റെ അസുഖവും. കൊട്ടൻ ചുക്കാതി കുഴമ്പും തേച്ചു പുതച്ചു മൂടിക്കിടക്കും തള്ള. കൊട്ടൻ ചുക്കാതി കുഴമ്പും തേച്ചു പുതച്ചു മൂടിക്കിടക്കും തള്ള. ചുമക്കാൻ വയ്യ ചുമച്ചാൽ ചുമക്കാൻ വയ്യ ചുമച്ചാൽ നടുവേദനയാ. കരഞ്ഞു കൂവി ഞരങ്ങി മൂളി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നേരം വെളുത്തന്നാ. ഇരിക്കാൻ വയ്യ ഇരുന്നാൽ ഇരിക്കാൻ വയ്യ ഇരുന്നാൽ ചലയ്ക്കാൻ തുടങ്ങും. പൊട്ടൻ ചുക്കാതി കുഴമ്പും തേച്ചു പതിച്ചു മൂടിക്കിടക്കും തള്ള. ചുമക്കാൻ വയ്യ ചുമച്ചാൽ നടുവേദനയാ. കരഞ്ഞു കൂവി ഞരങ്ങി മൂളി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നേരം വെളുത്തന്നാ. ഇരിക്കാൻ വയ്യ ഇരുന്നാൽ ചലയ്ക്കാൻ തുടങ്ങും. പൊട്ടൻ ചുക്കാതി കുഴമ്പും തേച്ചു പൊതച്ചു മൂടിക്കിടക്കും തള്ള. കിടക്കും തള്ള കിടക്കും. രോഗിയായ വല്യമ്മ പാക്കറിനെ വിളിച്ചു പറഞ്ഞു, നീ എവിടെ നിന്നെങ്കിലും ഒരു പെങ്കൊച്ചിനെ കെട്ടിക്കൊണ്ടു വാ മകനെ, ഇറ്റ് വെള്ളം തരാനെങ്കിലും. പിന്നെ താമസിച്ചില്ല. തട്ടുകൊണ്ട റബ്ബർ പന്ത് പോലെ പാക്കരൻ ലക്ഷ്യസ്ഥാനത്തേക്ക് തെറിച്ചു. കെട്ടിക്കാൻ പ്രായം കഴിഞ്ഞ് നിൽക്കുന്ന പെമ്പിള്ളേരും ആമ്പിള്ളേരും ഉള്ള വീട്ടിലെ നിത്യ സന്ദർശകനാണ് ബ്രോക്കർ ഗുലുഗുലു തിക്തകൻ. കാറ്റിൽ പിടച്ചു വീണ വാഴയ്ക്ക് ഒത കൊടുത്തു നിർത്തുന്നത് പോലെ മൂക്കിന് താങ്ങായി വെച്ചിരിക്കുന്ന മുർമീശയും വാക്കത്തി പോലെ അകവളവോടുകൂടിയ ഉടലും ഞാഞ്ഞൂലിനെ പോലെ മെലിഞ്ഞ ശരീരവുമുള്ള 51കാരൻ. വിധവകളും വൃദ്ധകളും ഇദ്ദേഹത്തിന്റെ ലിസ്റ്റിലുണ്ട്. പെൺവീട്ടുകാരോട് സ്ത്രീധനം കുറച്ചും ആൺവീട്ടുകാരോട് കമ്മീഷൻ കൂട്ടിയും വാങ്ങുക എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ്. ഈ കാരണം കൊണ്ട് പെൺപിള്ളേരുള്ള വീട്ടുകാർക്ക് ഇദ്ദേഹത്തോട് വലിയ ഇഷ്ടവും പെൺകുട്ടികൾക്കും വിധവകൾക്കും ഇദ്ദേഹം കാണപ്പെട്ട ദൈവവുമാണ്. സ്വദേശത്തും വിദേശത്തും ചിലവാകാത്ത പല സ്ത്രീകളെയും മനസ്സിലുള്ള ഇദ്ദേഹം, അതായത് നമ്മുടെ ഗുലുഗുൽ തിക്തകൻ, സ്വന്തമായി സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പാക്കരൻ ഇദ്ദേഹത്തോട് വിനയപൂർവ്വം ചോദിച്ചു, ആശാനെ, എനിക്കൊരു പെണ്ണ് കെട്ടണം, എന്താ ഒരു മാർഗം? ഉണ്ടടാ, കസ്റ്റഡിയിലുണ്ട്. കറുത്ത പെണ്ണ തടിച്ചൊരുത്തി ചെവിക്കൊരൽപ്പം കുഴപ്പമുണ്ട്. കറുത്ത പെണ്ണ തടിച്ചൊരുത്തി ചെവിക്കൊരൽപ്പം കുഴപ്പമുണ്ട്. പെണ്ണു കൊള്ള കളർ കൊള്ള പ്രൊഡക്ഷനിലോ സ്വൽപ്പമായമുണ്ട്. പെണ്ണു കൊള്ളാം കളറും കൊള്ളാം പ്രൊഡക്ഷനിലോ സ്വൽപ്പമായമുണ്ട്. കറുത്ത പെണ്ണ തടിച്ചൊരുത്തി ചെവിക്കൊരപ്പം കുഴപ്പമുണ്ട്. പെണ്ണു കൊള്ളാം കളറും കൊള്ളാം പ്രൊഡക്ഷനിലോ സ്വൽപ്പമായമുണ്ട്. കറുത്ത പെണ്ണ തടിച്ചൊരുത്തി ചെവിക്കൊരൽപ്പം കുഴപ്പമുണ്ട്. ചെവിക്കൊരൽപ്പം കുഴപ്പമുണ്ട്. എന്റെ പൊന്നാശാനെ, വെളുത്ത് ചുമന്ന് മുഴുത്ത് കൊഴുത്തൊരു പെണ്ണ എനിക്ക് വേണ്ടത്. നടക്കുമ്പം ഭൂലോകം കുലുങ്ങണം. പൂച്ചക്കണ്ണ് വേണം. പിന്നെ പൂക്കളുള്ള സാരി ഉടുക്കുമ്പോൾ പുറകിൽ നിന്ന് നോക്കിയാൽ നല്ല ചന്തം വേണം. പൂത്ത പണവും വേണം. നീളമുള്ള ബലൂൺ വീർക്കുന്ന മാതിരി ബ്രോക്കർ ഗുലുഗുൽ തിക്തകൻ ശ്വാസം പിടിച്ചു. കഴുക്കോലിനാണോ എനിക്കാണോ നീളം എന്ന ഭാവത്തിൽ കഴുത്തും വെട്ടിച്ച് ചിന്തകനെ പോലെ മൈക്രോസ്കോപ്പിന്റെ ഗ്ലാസും ഫിറ്റ് ചെയ്ത് വേരിറങ്ങിയവനെ പോലെ ഡയറിയിൽ കണ്ണും നട്ട് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തൂങ്ങിക്കത്തവനെ പോലെ നാക്ക് വെളിയിലേക്ക് നീട്ടി കൃഷ്ണമണി പുരികത്തെ ലക്ഷ്യമാക്കി ഉയർത്തി. തല കുലുക്കി നിന്നതിന് ശേഷം
ബ്രോക്കർ കാര്യമായി മുഴിഞ്ഞു. നാളികേരത്തിന്റെ ഹോൾസെയിലുള്ളൊരു രാഷ്ട്രീയക്കാരന്റെ മോളുണ്ട്, ഒരു രാഷ്ട്രീയക്കാരന്റെ മോളുണ്ട്. നാളികേരത്തിന്റെ ഹോൾസെയിലുള്ളൊരു രാഷ്ട്രീയക്കാരന്റെ മോളുണ്ട്, ഒരു രാഷ്ട്രീയക്കാരന്റെ മോളുണ്ട്. അവൾ 4 വർഷം മുൻപ് വീട്ടുകാരറിയാതെ ഒളിച്ചോടി എന്നൊരു ദോഷമുണ്ട്, രാത്രി ഒളിച്ചോടി എന്നൊരു ദോഷമുണ്ട്. നാളികേരത്തിന്റെ ഹോൾസെയിലുള്ളൊരു രാഷ്ട്രീയക്കാരന്റെ മോളുണ്ട്, ഒരു രാഷ്ട്രീയക്കാരന്റെ മോളുണ്ട്. അവൾ 4 വർഷം മുൻപ് വീട്ടുകാരറിയാതെ ഒളിച്ചോടി എന്നൊരു ദോഷമുണ്ട്, രാത്രി ഒളിച്ചോടി എന്നൊരു ദോഷമുണ്ട്. നാളികേരത്തിന്റെ ഹോൾസെയിലുള്ളൊരു രാഷ്ട്രീയക്കാരന്റെ മോളുണ്ട്, ഒരു രാഷ്ട്രീയക്കാരന്റെ മോളുണ്ട്. ഇങ്ങനെയുള്ള പെമ്പിള്ളാരാണെങ്കിൽ 2ാം കെട്ടുകാരനോ 3ാം കെട്ടുകാരനോ കൊടുക്കുന്നതായിരിക്കും നല്ലത്. നഞ്ചി തിന്ന കുരങ്ങനെ പോലെ പാക്കരൻ ഇറങ്ങി നടന്നു. പിറ്റേ ദിവസം രാവിലെ കുളിച്ചുരുങ്ങി സിനിമാ തിയേറ്ററിലേക്ക് പാക്കരൻ പാഞ്ഞു. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ചെടാ സിനിമ തുടങ്ങിയെന്നുള്ളവരെ മനസ്സിലായത്. നിലാവത്ത് അഴിച്ചു വിട്ട കോഴിയെ പോലെ തപ്പിത്തടഞ്ഞൊരു സീരിയൽ കയറിയിരുന്നു. പ്രേമഗാനങ്ങൾ വരുമ്പോൾ എവിടെ ഒന്നും ഒരു കൈ സ്പർശിക്കുകയും തോണ്ടുകയും കിരണ്ടുകയും ഞുള്ളുകയും ഒക്കെ ചെയ്യുന്നു. അടക്കി പിടിച്ചുള്ള ചിരി ആരാണെന്ന് മനസ്സിലായില്ല. ഞുള്ളുന്ന ഭാഗത്തെ തൊലി പറഞ്ഞു പോകുന്ന തോന്നൽ. എന്റെ അയ്യോ എന്ന് പല പ്രാവശ്യം കാറാൻ തോന്നി, പക്ഷേ കാറിയില്ല. ഇന്റർവെല്ലിന് ലൈറ്റ് തെളിഞ്ഞ് എഴുന്നേറ്റ് ചുറ്റും നോക്കി. ഒരൊറ്റ ആന്തൽ പോലും അടുത്തെങ്ങുമില്ല. മുഴുവനും തരണീമണികളും കാരമുഖികളും ഒറ്റാലകപ്പെട്ട വരാലിനെ പോലെ അവിടെ തന്നെ കുത്തിപ്പിടിച്ചിരുന്നു. സിനിമ തീരുന്നത് വരെ സ്പർശനമോ ദേഹോപദ്രവമോ ഒന്നും ഉണ്ടായില്ല. ഷോ തീർന്നു. എല്ലാവരും യാത്രയായപ്പോൾ തൊട്ടടുത്തിരുന്ന ഒരു മാതളമുഖി മുഴിഞ്ഞു. ക്ഷമിക്കണം, എന്റെ കൂട്ടുകാരിയാണെന്നാ വിചാരിച്ചത്. തൊലി പോയ ഭാഗം തടവിക്കൊണ്ട് പറഞ്ഞു, ഓ സാരമില്ലെന്നേ. അവൾ ലജ്ജിച്ച് തലതാഴ്ത്തി. ശരീരം മുഴുവനും മുളകരച്ച് വരുത്തവനെ പോലെ അവന് നീറ്റിൽ കടിച്ചമർത്തി ചോദിച്ചു, എന്ന് സിനിമയ്ക്ക് വരുമോ? എല്ലാ ഞായറാഴ്ചയും മാട്ടിനിക്ക് വരും. പെട്ടെന്ന് ഒരു നത്തമുഖി എവിടുന്ന് ഓടി വന്ന് അവളെ വിളിച്ചുകൊണ്ട് വേഗത്തിൽ പോയി. വാട്ടച്ചോറ് പിടിച്ചവനെ കൂട്ട് ചൊറിഞ്ഞും പറിച്ചു അവരും നടന്നു. പല ഞായറാഴ്ചകളിലും അവർ പരിചയം പുതുക്കി. എവിടെയാണ് വീട് അവളോട് ചോദിച്ചു. ആ കോമളാങ്കി മുഴിഞ്ഞു. ഹോസ്റ്റലിലാണെന്റെ താമസം, ഈസ്റ്ററിനെത്തി ഞാനിന്നലെ. അപ്സ്റ്റെയറുള്ളൊരു വീട്ടിലെ സ്റ്റാറ്റസ് ജീവിക്കും പെൺകൊടി. ഹോസ്റ്റലിലാണെന്റെ താമസം, ഈസ്റ്ററിനെത്തി ഞാനിന്നലെ. അപ്സ്റ്റെയറുള്ളൊരു വീട്ടിലെ സ്റ്റാറ്റസ് ജീവിക്കും പെൺകൊടി. ഹോസ്റ്റലിലാണെന്റെ താമസം, ഈസ്റ്ററിനെത്തി ഞാനിന്നലെ. ഹോട്ടലിൽ പോയി നെയ് റോസ്റ്റ് കഴിച്ചിടാം, ഇഷ്ടമുണ്ടേൽ വരൂ നീ. ബെസ്റ്റ് ഹോട്ടലിൽ പോയി നെയ് റോസ്റ്റ് കഴിച്ചിടാം, ഇഷ്ടമുണ്ടേൽ വരൂ നീ. ടൈം വേസ്റ്റ് ചെയ്യില്ല, ലാസ്റ്റ് ബസ്സിൽ പോകാം. ടൈം വേസ്റ്റ് ചെയ്യില്ല, ലാസ്റ്റ് ബസ്സിൽ പോകാം. അഡ്ജസ്റ്റ് ചെയ്യൂ നീ. ഹോസ്റ്റലിലാണെന്റെ താമസം, ഈസ്റ്ററിനെത്തി ഞാനിന്നലെ. അപ്സ്റ്റെയറുള്ളൊരു വീട്ടിലെ സ്റ്റാറ്റസ് ജീവിക്കും പെൺകൊടി. ഹോസ്റ്റലിലാണെന്റെ താമസം, ഈസ്റ്ററിനെത്തി ഞാനിന്നലെ. ഐ ആം സോ സോറി ഡിയർ പാക്കർ. അടുത്ത ഞായറാഴ്ച തീർച്ചയായിട്ടും കാണാം. മിസ്റ്റർ പാക്കർ, ഈസ്റ്ററിന് എനിക്ക് എന്ത് സമ്മാനം തരും?
എന്ത് വേണമെങ്കിലും തരാം. ഷുവർ. ഒപ്പിക്കേ? വാട്ട്? ഒപ്പിക്കാം. മൂക്കിൽ ചകിരി തുരുമ്പിട്ട് തുമ്മുമ്പോഴെല്ലാം അവളെ കുറിച്ച് ഓർക്കും. എരിവുള്ള കറി കൂട്ടുമ്പോൾ, എണ്ണപ്പലഹാരം തിന്നുമ്പോൾ, എണ്ണ തേച്ച് കുളിക്കുമ്പോഴും അവൾ മനസ്സിൽ നിന്നും മായാതെ മറയാതെ നിൽക്കും. മാനിന്റെ കണ്ണും മനുഷ്യസ്ത്രീയുടെ ഉടലുമാണ് അവൾക്ക്. നെറ്റിയിൽ ഇഞ്ചപ്പടർപ്പ് പോലെയുള്ള കുറുനിര. ഒരു രാജമുഖി, മൃഗരാജഗതി, ഗജരാജവിരാജിത മന്ദഗതി, ഇനി എന്ത് ഗതി? ഇതിന്റെ അർത്ഥം എനിക്ക് തന്നെ അറിയത്തില്ല. തീർച്ചയായിട്ടും ഇതൊക്കെ അവൾക്ക് കാണും. നല്ല പെണ്ണാടിന്റെ ശബ്ദം അവൾക്ക്. പാക്കർ എന്നുള്ള ആ വിളി കേട്ടാ മതി. ഓ, ഞാൻ പോക്കേ പോകും. എന്ത് വന്നാലും വേണ്ടില്ല, വല്യമ്മ അറിയാതെ കാൽപ്പെട്ടിക്കുള്ളിലെ കടലാസ് പൊതിയിൽ നിന്നും കൂടുതൽ രൂപ എടുത്തു. ഞായറാഴ്ച പൊട്ടിയ വട്ടം പോലെ പറഞ്ഞെത്തി. സുന്ദരി പറഞ്ഞ സ്ഥലത്ത് കൃത്യസമയത്ത് കൃത്യത്തിനെത്തി. ട്യൂബിന്റെ പ്രകാശത്തിൽ വട്ടമിട്ട് പറക്കുന്ന മുഞ്ഞ കുഞ്ഞുങ്ങളെ പോലെ ഞങ്ങൾ ആ ടൗണിൽ ചുറ്റിക്കറങ്ങി. വാഗപ്പൂ നിറമുള്ള വിമലിന്റെ സാരി വാങ്ങി വാലിട്ടെഴുതുവാനായി കൺമഷി വാങ്ങി ഐടെക്സ് കൺമഷി വാങ്ങി. വാഗപ്പൂ നിറമുള്ള വിമലിന്റെ സാരി വാങ്ങി വാലിട്ടെഴുതുവാനായി കൺമഷി വാങ്ങി ഐടെക്സ് കൺമഷി വാങ്ങി. വാങ്ങി വളകൾ വാങ്ങി വിമ്മു വാങ്ങി വിവാ വാങ്ങി വായിക്കാനായി വലിയ ചിലവുള്ള വാരിക വാങ്ങി. വാച്ചു വാങ്ങി വളകൾ വാങ്ങി വിമ്മു വാങ്ങി വിവാ വാങ്ങി വായിക്കാനായി വലിയ ചിലവുള്ള വാരിക വാങ്ങി. വനിതാ വാരിക വാങ്ങി. ബ്ലൗസ് വാങ്ങി ടാക്സിയിൽ കേറി. കപ്പിൾസ് ടാക്സിയിൽ കേറി. വാഗപ്പൂ നിറമുള്ള വിമലിന്റെ സാരി വാങ്ങി വാലിട്ടെഴുതുവാനായി കൺമഷി വാങ്ങി ഐടെക്സ് കൺമഷി വാങ്ങി. അവളുടെ വാക്കിന്റെ ഉറപ്പിൽ പിറ്റേ ദിവസം കൊച്ചുകൊളുപ്പാൻ കാലത്ത് ദിനകൃത്യങ്ങൾ വരുത്തി എന്ന് വരുത്തി. വയറിളക്കം പിടിപെട്ട ഉദരരോഗി അകലെയുള്ള കക്കൂസിനെ ലക്ഷ്യമാക്കി പായുന്നത് പോലെ ജ്യോതിഷാലയത്തിലേക്ക് പാഞ്ഞു വിവാഹത്തിന് മുഹൂർത്തം കുറിക്കാൻ. അപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ സോപ്പ് പതയും പോലെ പ്രണയചേഷ്ടകൾ പതിഞ്ഞു പൊങ്ങിക്കൊണ്ടിരുന്നു. വിയത്ത് വിളറി വിനയപൂർവ്വം ജോത്സ്യന്റെ മുൻപിൽ നിന്ന് വിവരങ്ങളെല്ലാം പറഞ്ഞു. ജോത്സ്യൻ സൂക്ഷിച്ചു നോക്കിയതിനു ശേഷം എന്റെ മോതയുടെ ലക്ഷണവും ദൂതലക്ഷണവും നിൽക്കുന്ന രാശിയും വെച്ച് നോക്കുമ്പോൾ കുഴപ്പം പിടിച്ച കേസാന്ന് പറഞ്ഞു. എന്റെ പൊന്നു ജോത്സ്യയെ കുഴയ്ക്കരുത്, വഴിമുട്ടിക്കരുത്, ഞാൻ കരുത്താൽ കയറിടും. ആ പെണ്ണിന്റെ അപ്പനാണ് ഉടക്ക. അവിടുന്നെങ്കിലും എന്നെ രക്ഷിക്കണം, പ്ലീസ് പ്ലീസ്. കരഞ്ഞില്ലെങ്കിലും കരഞ്ഞു നിവർത്തി. ജോത്സ്യൻ കവടി നിരുത്തി. വേണ്ട ഗ്രഹങ്ങൾ വേണ്ടാത്ത സ്ഥാനത്തും വേണ്ടാത്ത ഗ്രഹങ്ങൾ വക്രത്തിലും. ശരി, പേരും നാളും പറയൂ. പെണ്ണിന്റെ നാള് ആയില്യം, എന്റെ നാള് ചിത്തിര. ജോത്സ്യൻ എന്തൊക്കെയോ ആലോചിച്ച് തീരുമാനിച്ചതിനു ശേഷം എടവപ്പാതിക്ക് തവള കരയുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ആയില്യം നാളിന് അയൽ ദോഷമാണല്ലോ ചിത്തിര അത്തറമാന്തും. ഓ ചിത്തിര അത്തറമാന്തും. ധനുമാസമാകട്ടെ ചെനിപത്തിൽ കേറട്ടെ, ഒത്തെങ്കിൽ അപ്പനും ചാകും. ഓ അങ്ങനെ ആശല്യം തീരും. ആയില്യം നാളിന് അയൽ ദോഷമാണല്ലോ ചിത്തിര അത്തരമാന്തും. ഓ ചിത്തിര അത്തരമാന്തും.
കണ്ടകശനിയുടെ അപഹാരമാണല്ലോ മുണ്ടമ്പടി കൊത്തേൽ കൊണ്ടിടും. കണ്ടകശനിയുടെ അവഹാരമാണല്ലോ മുണ്ടമ്പടിക്കൊത്തേൽ കൊണ്ടിടും. ശനിദോഷം മാറുവാൻ സ്വർണത്തിന്റെ ലസ് അശ്വാരൂഢം തന്നെ കെട്ടേണം. ശനിദോഷം മാറുവാൻ സ്വർണത്തിന്റെ ലസ് അശ്വാരൂഢം തന്നെ കെട്ടേണം. ഒരു നേരമെങ്കിലും ഒരിക്കലിരുന്നാൽ ഒത്തിരി ദോഷങ്ങൾ മാറിയിടും. ഒരു നേരമെങ്കിലും ഒരിക്കലിരുന്നാൽ ഒത്തിരി ദോഷങ്ങൾ മാറിയിടും. ആയില്യം നാളിന് അയൽ ദോഷമാണല്ലോ ചിത്തിര അത്തറമാന്തും. ഓ ചിത്തിര അത്തറമാന്തും. ധനുമാസമാകട്ടെ ശനിപത്തിൽ കേറട്ടെ ഒത്തെങ്കിൽ അപ്പനും ചാകും. ഓ അങ്ങനെ ആശല്യം തീരും. ഓ ഒത്തെങ്കിൽ അപ്പനും ചാകും. ജോത്സ്യന്റെ പ്രവചനം അറിയിക്കാൻ വന്ന ചേട്ടനോട് കെട്ടിക്കാതെ പെരക്കകത്ത് മൂത്തിരുന്നാൽ കെട്ടിച്ചയക്കാൻ വീട്ടുകാരുടെ കയ്യിൽ പണവും പണ്ടവും ഇല്ലാഞ്ഞിട്ടാണെന്ന് ആരും പറയത്തില്ല. പെണ്ണിന്റെ സ്വഭാവദോഷം കൊണ്ടാണെന്ന് നാട്ടുകാർ പറയത്തുള്ളൂ. പല ഉപായങ്ങളും പ്രയോഗിച്ചിട്ട് രക്ഷയില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അല്പം മന്ദബുദ്ധിക്കാരനാണെങ്കിലും വലിയ സാമ്പത്തികം ഇല്ലെങ്കിലും ഇതിനെ തന്നെ പ്രേമിച്ചതും ഒളിച്ചോടിപ്പോയി എങ്ങനെയെങ്കിലും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതും. എല്ലാം ഒരു ദുസ്വപ്നം പോലെ ഓർക്കാൻ സാധിക്കുകയുള്ളൂ. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ടോ എരുമയോട് അമരകോശം വായിച്ചിട്ടോ രക്ഷയില്ലെന്ന് വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന പെണ്ണുങ്ങൾ ഓർക്കുന്നത് നന്ന്. സംഭവാമി യുഗേ യുഗേ. എങ്കിലും ചേട്ടനോട് അച്ഛൻ ആ കടുങ്കൈ ചെയ്തല്ലോ. കഷ്ടകാലത്തിന് രാത്രിയിൽ അത്താഴമുണ്ടേച്ച് നിൽക്കുമ്പോൾ മ്ലാവിൻ വെളിച്ചത്തിൽ പ്ലാവിൻ ചുവട്ടിൽ വെച്ചാദ്യമായി ആലറ്റർ തന്നു. അന്നു നീ ആദ്യമായി ആലറ്റർ തന്നു. കഷ്ടകാലത്തിന് രാത്രിയിൽ അത്താഴമുണ്ടേച്ചു നിൽക്കുമ്പോൾ ഞാവിൻ വെളിച്ചത്തിൽ പ്ലാവിൻ ചുവട്ടിൽ വെച്ചാദ്യമായ ലെറ്റർ തന്നു. അന്നു നീ ആദ്യമായ ലെറ്റർ തന്നു. കുറ്റം പറഞ്ഞുകൊണ്ടച്ഛനൻ ചേട്ടന്റെ കുറ്റിക്കടിച്ചൊരു നേരം. കുറ്റം പറഞ്ഞുകൊണ്ടച്ഛനൻ ചേട്ടന്റെ കുറ്റിക്കടിച്ചൊരു നേരം. മറ്റാരും കാണാതെ മുറ്റത്തിരുന്നൊന്ന് പൊട്ടിക്കരഞ്ഞൂരാവിൽ. മറ്റാരും കാണാതെ മുറ്റത്തിരുന്നും പൊട്ടിക്കരഞ്ഞന്ന് രാവിൽ. ആ കഷ്ടകാലത്തിനു രാത്രിയിൽ അത്താഴമുണ്ടേച്ചു നിൽക്കുമ്പോൾ പ്ലാവിൻ വെളിച്ചത്തിൽ പ്ലാവിൻ ചുവട്ടിൽ വെച്ചാദ്യമായ ലെറ്റർ തന്നു. അന്നു നീ ആദ്യമായ ലെറ്റർ തന്നു. ഓർക്കാപ്പുറത്ത് മഴവെള്ളത്തിൽ ഒഴുകിയെടുത്ത ശവം പോലെയാണ് അന്ന് രാവിലെ ആ കത്ത് കയ്യിൽ കിട്ടിയത്.
പലകയിൽ ചുറ്റിക കൊണ്ട് ആണിയടിച്ച് കയറ്റുന്ന പോലെ ചങ്കിനകത്തൊരു വേദന. ആൽക്കഹോളിക് റിയാക്ഷൻ കാരണം കൈവിറയ്ക്കുന്ന മദ്യപാനിയെ പോലെയാണ് ആ കത്ത് പൊട്ടിച്ചത്. അയ്യോ പ്രാണനാഥ അയ്യോ എന്നുള്ള ആദ്യത്തെ പ്രയോഗം വായിച്ചപ്പോൾ പാലാഴി കരഞ്ഞെടുത്ത അമൃത് ഡൈല്യൂട്ടാക്കാതെ ഒറ്റ വലിച്ചു കുടിച്ച ഉന്മേഷവും ഉത്സാഹവും തോന്നി. ബാക്കിയുള്ള ഓരോ വാക്കുകൾ ഗ്ലൂക്കോസിന്റെയും ബി കോംപ്ലക്സിന്റെയും വീര്യം പകർന്നു. എങ്ങനെയെങ്കിലും സന്ധ്യയായാൽ മതിയെന്ന് അവൻ ആശിച്ചു. രാത്രിയിൽ മഴയുണ്ടാകാതിരിക്കാൻ ഈശ്വരനോട് പലവട്ടം പ്രാർത്ഥിച്ചു. ആ കത്ത് വീണ്ടും ഒന്നുകൂടി നിവർത്തി വായിച്ചു. താഴിട്ടു പൂട്ടില്ല മഴയുള്ള രാത്രിയിൽ, താഴത്തെ പത്താഴ് പുരയിൽ വരൂ, ഉറങ്ങുവാൻ പവറുള്ള ഗുളിക കൊടുത്തിട്ടൽ കേന്ദ്രത്തെ നേരത്തെ ഉറക്കിയേക്കാം. താഴിട്ടു പൂട്ടില്ല മഴയുള്ള രാത്രിയിൽ, താഴത്തെ പത്താഴ് പുരയിൽ വരൂ. ആരും കാണാതെ കയറി വരണം നീ, ഹെൽമറ്റ് വേണമെങ്കിൽ കരുതിക്കൊള്ളൂ. ആരും കാണാതെ കയറി വരണം നീ, ഹെൽമറ്റ് വേണമെങ്കിൽ കരുതിക്കൊള്ളൂ. ആരെയും കടിക്കുന്ന അയലത്തെ പട്ടിയെ അയലത്തല കാട്ടി മയക്കേണം. ആരെയും കടിക്കുന്ന അയലത്തെ പട്ടിയെ അയലത്തല കാട്ടി മയക്കേണം. താഴിട്ടു പൂട്ടില്ല മഴയുള്ള രാത്രിയിൽ, താഴത്തെ പത്താഴ് പുരയിൽ വരൂ, ഉറങ്ങുവാൻ പവറുള്ള ഗുളിക കൊടുത്തിട്ടും കേന്ദ്രത്തെ നേരത്തെ ഉറക്കിയേക്കാം. താഴിട്ടു പൂട്ടില്ല മഴയുള്ള രാത്രിയിൽ, താഴത്തെ പത്താഴ് പുരയിൽ വരൂ. പ്രാണസഖിയുടെ അയലത്ത് കടിക്കുന്ന പട്ടിയുണ്ടെന്നറിഞ്ഞപ്പോൾ മുതൽ വിചാരിച്ചതാ, എന്റെ ദൈവമേ, ഏതെങ്കിലും ലൈസൻസ് ഉള്ള പട്ടിപിടുത്തക്കാരനെ കണ്ടു പട്ടിയെ വശീകരിച്ച് പിടിക്കാൻ പഠിക്കണമെന്ന്. അവരൊക്കെ പട്ടിയുടെ പുറകെ പോകുന്നത് കാരണം പല പ്രാവശ്യം മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്ത് ഓഫീസിലും ചെന്നു. കാണാൻ പറ്റിയില്ലെന്ന്. എങ്ങനെയെങ്കിലും ആ കാര്യം നമ്മുടെ പുള്ളിക്കാരി അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. പാതിരാത്രി വരെ അവളുമായിട്ട് സംസാരിച്ചു. പാതിരാത്രി കഴിഞ്ഞപ്പോ മടങ്ങി. മകരമാസമല്ലേ, മരം കൊച്ചുന്ന മഞ്ഞല്ലേ, ഒരു വീടി ലൈറ്റർ ഉപയോഗിച്ച് ആ രാത്രിയിൽ കൈ മറച്ച് കത്തിച്ച് വലിച്ചു, ആഞ്ഞു വലിച്ചു. ആട് കിടക്കുന്നു, പുക ലങ്സിൽ കയറി, തൊണ്ടയിൽ തെറ്റി, പിന്നെ നിയന്ത്രിക്കാൻ വയ്യാത്ത ചുമയുടെ ബഹളം, കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞ് വഴി പോലും കാണാൻ വയ്യാതെ എന്റെ ദൈവമേ ഞാൻ നിൽക്കുമ്പോഴാ ആ മുടിഞ്ഞ സംഭവം ഉണ്ടായത്. പട്ടി കടിച്ചേ, മുട്ടം പട്ടി കടിച്ചേ, രക്തമൊലിച്ചേ, മുട്ടിൽ രക്തമൊലിച്ചേ, തെങ്ങിന്റെ മണ്ടയിൽ കയറി എന്റെ മുണ്ടിന്റെ പാതിയും കീറി കീറി കീറി. പട്ടി കടിച്ചേ, മുട്ടൻ പട്ടി കടിച്ചേ, രക്തമൊലിച്ചേ, മുട്ടിൽ രക്തമൊലിച്ചേ, തെങ്ങിന്റെ മണ്ടയിൽ കയറി എന്റെ മുണ്ടിന്റെ പാതയും കീറി കീറി.